വൈദേഹി. തൻ്റെ ഇരു കാലുകളിലും കെട്ടിപ്പിടിച്ച് കരയുന്ന രുദ്രനെ കണ്ടതും അവൾക്ക് സങ്കടം സഹിക്കാൻ പോലും ആയില്ല. രുദ്രേട്ടാ, എന്തായി കാണിക്കുന്നേ? എഴുന്നേറ്റ് വന്നേ, ഇങ്ങനൊന്നും ചെയ്യില്ലേ, എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു പ്രകാരത്തിൽ വൈദേഹി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ നെഞ്ചിലേക്ക് വീണ് പദം പെറുക്കി കരഞ്ഞു. ഇരുവരും പരസ്പരം കെട്ടിപ്പുണർന്നുകൊണ്ട് കുറേയേറെ നേരം കരഞ്ഞു, തങ്ങളുടെ സങ്കടം തീരുവോളം. ഒടുവിൽ രുദ്രനാണ് പറഞ്ഞു തുടങ്ങിയത്. വൈച്ചു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. രണ്ടാളുടെയും ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. പരസ്പരം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ അതുമാത്രമുണ്ടായിട്ടും അന്ന് അതിനൊന്നും സാധിച്ചില്ല. എല്ലാം തിരുത്തി നമുക്കിനി ജീവിക്കണം, സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നമ്മുടേതായ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട്. വേണ്ടേ വൈദേഹി? അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മേൽപോട്ടുയർത്തി അവൻ ചോദിച്ചതും വൈദേഹി തലകുലുക്കി. ഇന്നാണ് വൈദേഹി സാരി സ്റ്റോറിൻ്റെ ഉദ്ഘാടനം. പ്രശസ്തയായ ഒരു ചലച്ചിത്ര താരമാണ് അതിഥിയായി എത്തിയത്. വൈദേഹി അമ്മയുമൊക്കെ ആകെ ഉഷാറായിട്ട് ഫ്ലോറുകളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തായി കാര്യങ്ങളൊക്കെ? അവരുടെ അടുത്തേക്ക് വന്ന് രുദ്രൻ ചോദിച്ചു. ഓൾ സെറ്റ്. ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നോക്കി പറയുന്ന വൈദേഹിയെ കണ്ടതും അവൻ്റെ മനം നിറഞ്ഞു. അപ്പോഴേക്കും ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എത്തിച്ചേരാൻ തുടങ്ങിയിരുന്നു. മഹിയും ഗൗരിയും ചേർന്നാണ് എല്ലാവരെയും സ്വീകരിച്ചത്. മരുമകൾ ഇത്രയും വലിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എല്ലാവരും മഹിയെ അഭിനന്ദിച്ചു. മഹിയുടെ പ്ലാനിംഗ് ആണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇത് മരുമകളും അമ്മായിയമ്മയും ചേർന്നെടുത്ത ഒരു തീരുമാനമാണെന്നും ഇരുവരും കൂടിയായിരുന്നു സാരീസ് പർച്ചേസ് ചെയ്യുവാനായി ഓരോരോ വില്ലേജിൽ പോയിച്ചെന്നുമൊക്കെ മഹി അവരെ അറിയിച്ചു. 9:30 ഉദ്ഘാടന ചടങ്ങ്. കൃത്യസമയത്ത് തന്നെ നാട് മുറിച്ചുകൊണ്ട് ആ ചടങ്ങ് നടന്നു. ശേഷം നിലവിളക്ക് കൊളുത്തി ആദ്യം അതിഥികളായി എത്തിയവർ, പിന്നീട് അച്ഛനും അമ്മയും, അത് കഴിഞ്ഞ് രുദ്രനും വൈദേഹിയും. ഏറ്റവും അവസാനമായി സ്റ്റാഫിൽ നിന്നും തിരഞ്ഞെടുത്ത 2 പേരും കൂടി തിരിതെളിച്ചു. സ്റ്റേജിൽ അറേഞ്ച് ചെയ്തിരുന്ന വലിയൊരു സ്ക്രീനായി വൈദേഹിയും അമ്മയും ചേർന്ന് സഞ്ചരിച്ച ഓരോ വഴികളും വീഡിയോ ആയിട്ട് പ്ലേ ചെയ്തിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാരീസ് കളക്ട് ചെയ്തത് ഓരോരോ സ്ഥലങ്ങളിൽ നിന്നാണ്. അതെല്ലാം വളരെ സൂക്ഷ്മതയോടു കൂടി ഇരുന്ന് കാണുകയാണ് ആളുകളൊക്കെ. ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായുള്ള അവരുടെ ഡെഡിക്കേഷൻ എത്രത്തോളമാണെന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു ആ വീഡിയോ. എല്ലാം കണ്ടുകൊണ്ട് ആളുകളൊക്കെ അഭിനന്ദിച്ചപ്പോൾ അഭിമാനത്തോടു കൂടിയാണ് വൈദേഹി രുദ്രനോട് ചേർന്ന് നിന്നത്. വന്നിരുന്ന ആളുകൾക്കൊക്കെ കോഫിയും സ്നാക്സും അറേഞ്ച് ചെയ്തിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ള സാരീസ് അവൈലബിൾ ആയിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു കളക്ഷൻസ് അന്നവിടെ ലഭിക്കുകയും ചെയ്തു. ഒരുപാട് ആളുകൾ ഉച്ചയ്ക്ക് ശേഷം എത്തി. വൈദേഹിക്ക് സ്റ്റാഫിൻ്റെ അടുത്തൊരൊറ്റ കാര്യം മാത്രമേ പറയുവാനുണ്ടായിരുന്നുള്ളൂ: കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഷോപ്പിന് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടിയുള്ള പ്രധാന ഘടകങ്ങൾ സ്റ്റാഫിൻ്റെ പെരുമാറ്റമാണെന്നും എങ്ങനെയൊക്കെയാണ് ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമൊക്കെ വൈദേഹി ഷോപ്പ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ സ്റ്റാഫിന് എല്ലാവർക്കും ക്ലാസ് എടുത്തിരുന്നു. അതിൻ പ്രകാരം വളരെ നീറ്റായിട്ടാണ് സ്റ്റാഫിൻ്റെ ഓരോരുത്തരുടെയും പെരുമാറ്റം. പല ആളുകളും വൈദേഹിയോടും മഹിയോടുമൊക്കെ പേഴ്സണലായിട്ട് വന്ന് അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. രുദ്രനാണെങ്കിൽ ഉച്ചവരെ ഷോപ്പിൽ നിന്നുള്ളൂ. അതിനുശേഷം അവൻ ഓഫീസിലേക്ക് പോയി. അത്യാവശ്യമായിട്ട് 1-2 ക്ലയൻസ് വരുമായിരുന്നു. ഒഴിവാക്കാനാവാഞ്ഞതുകൊണ്ടാണ് രുദ്രൻ പോയതുപോലും. എന്നാലും ഇടയ്ക്കൊക്കെ അവൻ അച്ഛനെയും വൈദേഹിയെയും മാറി മാറി വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു. രാത്രി 8:30 ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത്. അകലെയുള്ള സ്റ്റാഫിന് പോകുവാനായി ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും ലഭ്യമാക്കിയിരുന്നു. അതുകൊണ്ട് അവർക്കൊക്കെ വളരെ എളുപ്പമായി കാര്യങ്ങൾ. അന്നത്തെ മുഴുവൻ കണക്കുകളും പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് വൈദേഹിയും അച്ഛനും അമ്മയും ഒക്കെ മടങ്ങിയത്. അവരെ പിക്ക് ചെയ്യുവാനായി രുദ്രനും എത്തിയിരുന്നു. അങ്ങനെ അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു പ്രസ്ഥാനമായിരുന്നു
അന്ന് സാക്ഷാത്കരിച്ചത്. അതിൻ്റേതായ ആത്മനിർവൃത്തിയോട് കൂടിയാണ് വൈദേഹി വീട്ടിൽ തിരിച്ചെത്തിയതും. അവൻ ഒന്ന് വിളിച്ചതും പെണ്ണിൻ്റെ ഉടൽ വിറകൊണ്ടു. പേടിയാണോ എന്നെ? ചോദിച്ചുകൊണ്ട് അവൻ താടി പിടിച്ച് മേൽപോട്ടുയർത്തി. അല്ലെന്ന് ചുമൽ ചലിപ്പിച്ച് അവൾ അവൻ്റെ കരവലയത്തിൽ അല്പം കൂടി പതുങ്ങിക്കൂടി. നിമിഷങ്ങൾ മെല്ലെ ഇഴഞ്ഞു. രുദ്രൻ നൽകിയ ആദ്യ ചുംബനത്തിൽ പൂത്തുലയുകയായിരുന്നു വൈദേഹി. ഇരു അതിരങ്ങളും തമ്മിൽ കവിത രചിച്ചപ്പോൾ മെയ്യ് മറ്റെന്തിനോ വേണ്ടി കൊതിച്ചു. ആടകൾ ഒന്നൊന്നായി അഴിഞ്ഞുലയും തോറും അവളുടെ ഉള്ളിൽ മിന്നൽ വർഷിക്കും പോലെ തോന്നി. വിവശയായി അവൾ രുദ്രനെ നോക്കിക്കൊണ്ട് ഇരു കരങ്ങളും മാറിൽ പിണച്ചു. ബലം പ്രയോഗിച്ചുകൊണ്ട് അവളോട് പിണച്ചു വച്ചിരുന്ന കരങ്ങളെ അകത്തു മാറ്റി. ഓരോ അണുവിനെയും ചുംബിച്ചുണർത്തിക്കൊണ്ട് അവളെ വികാരപരവശയാക്കുവാൻ രുദ്രന് അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. കരലാളനുകളുടെ സ്ഥാനം അതിർവരമ്പുകൾ ഭേദിച്ചപ്പോൾ അവൻ്റെ അതരം അവളിൽ തേടിയതെന്തോ അത് നുകരുവാനുള്ള തിടുക്കത്തിലായിരുന്നു. പെണ്ണിൻ്റെ ഉള്ളിൽ നിന്നും സീൽക്കാര ശബ്ദം പുറപ്പെട്ടതും അത് അവനിലേക്കുള്ള പാത വീണ്ടും തുറക്കുകയാണ് ചെയ്തത്. മെല്ലെ മെല്ലെ, അത്രമേൽ മെല്ലെ, വേദന ഒട്ടും പകർന്നു കൊടുക്കരുതേ എന്ന ആഗ്രഹത്തോടെ അവൻ തൻ്റെ പാതിയുടെ പൂവിടലിൽ ചേക്കേറി. അവളുടെ ഹൃദയത്തുടിപ്പ് കൂടിക്കൂടി വരികയാണ്. ഒപ്പം വല്ലാത്ത കുളിരും. ശരീരമൊക്കെ തണുത്തു വിറച്ചു. പിന്നീട് അവളുടെ സിരകൾ ചൂടുപിടിച്ചു തുടങ്ങി. ഒപ്പം വല്ലാത്ത വേദനയും. തന്നെ ആഴത്തിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനെ അവൻ്റെ മുഖം കാണുന്തോറും അത് കടിച്ചു പിടിച്ചവൾ കിടന്നു. ഒടുവിൽ പാരമ്യതയിൽ അവളെ എത്തിച്ച ശേഷം രുദ്രൻ അകന്നു മാറിയപ്പോൾ ചെന്നൈയിലൂടെ ഒഴുകിത്തുടങ്ങിയ കണ്ണുനീര് അവൻ കാണാതെ വലം കൈയാൽ തുടച്ചു മാറ്റുകയായിരുന്നു വൈദേഹി. ആദ്യമായി അനുഭവിച്ച സുഖലോലുപങ്ങൾ ആവോളം നുകർന്നുകൊണ്ട് രുദ്രൻ തൻ്റെ പെണ്ണിനെ വീണ്ടും തന്നിലേക്ക് ചേർത്തു. മെല്ലെ എഴുന്നേക്കാൻ തുടങ്ങിയവളെ അവൻ തടഞ്ഞു. കുറച്ച് കഴിയട്ടെ പെണ്ണെ, ഇവിടെ കിടക്ക് പറഞ്ഞുകൊണ്ടവൻ അവളുടെ മൂർധാവിൽ ചുംബിച്ചു. കാലത്തെ ഉണർന്ന വൈദേഹിക്ക് രുദ്രനെ നോക്കാൻ ആകെക്കൂടിയൊരു വെപ്രാളം. എന്നാൽ അവന് യാതൊരു കൂസലുമില്ല. തരം കിട്ടുമ്പോഴൊക്കെ പെണ്ണിനെ തൊട്ടും തലോടിയും അവൻ അങ്ങനെ നടന്നു. എല്ലാ ദിവസവും കാലത്തെ വൈദേഹി അമ്മയും കൂടി ഷോപ്പിലേക്ക് പോകും. ഇതിനോടിടയ്ക്ക് വൈദേഹി ഡ്രൈവിംഗൊക്കെ പഠിച്ചു. അങ്ങനെ ഇരിക്കെ അവളുടെ ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു. അവൾക്ക് സമ്മാനമായി രുദ്രൻ ഒരു കാറായിരുന്നു വാങ്ങിക്കൊടുത്തത്. സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്തു പോകുന്ന വൈദേഹിയുടെ കൂടെ അവനും അങ്ങനെ ഇരുന്ന് പോകുമ്പോൾ രുദ്രന് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷം തോന്നി. പതിയെ പതിയെ വൈദേഹിയുടെ ഷോപ്പ് മെച്ചപ്പെട്ടു വന്നു. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അവൾക്ക് നല്ലൊരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. എന്നും എപ്പോഴും അവളുടെ ഒപ്പം ഗൗരിയും ഉണ്ടായിരുന്നു. രുദ്രൻ്റെ പിറന്നാളാണിന്ന്. ചെറിയൊരു കേക്ക് കട്ടിംഗ് പ്രോഗ്രാമൊക്കെ വൈദേഹി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്ത് ഗിഫ്റ്റാണ് നീ സർപ്രൈസായിട്ട് വെച്ചേക്കുന്നത്? വൈദേഹി വാങ്ങിക്കൊടുത്ത കുർത്തയും മുണ്ടും ഇട്ടുകൊണ്ട് സ്വീകരണ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ രുദ്രൻ ചോദിച്ചു. ഒക്കെ സെറ്റാണ്, വാ ചെറുക്ക ഇങ്ങോട്ട്. വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് പറഞ്ഞുകൊണ്ട് അവനെ കണ്ണിറുക്കി കാണിച്ച് അവൾ മുന്നേ നടന്നു. അച്ഛനും അമ്മയും പീന ചേച്ചിയുമുണ്ട്. വീഡിയോ കോളിൽ ശിവയും മാധവും. കേക്ക് കട്ട് ചെയ്ത ശേഷം ആദ്യമായി അമ്മയുടെ വായിലേക്കാണ് അവൻ കൊടുത്തത്. വൈദേഹി ഒരു ചെറിയ പീസ് മുറിച്ച് രുദ്രനും കൊടുത്തു. തിരിച്ച് അവനും അച്ഛനും അവൾക്കും ബീന ചേച്ചിക്കും ഒക്കെ കൊടുത്തു. അപ്പോഴേക്കും വൈദേഹി ചെറിയൊരു ബോക്സ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ശിവയോട് ഫോണിൽ സംസാരിക്കുകയാണവൻ. ചേച്ചി 1 മിനിറ്റ്. വൈദേഹി എനിക്കെന്തോ സ്പെഷ്യൽ ഗിഫ്റ്റൊക്കെ കരുതി വച്ചിട്ടുണ്ട്, എന്താണെന്ന് നോക്കട്ടെ പറഞ്ഞുകൊണ്ട് രുദ്രനത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോഴേക്കും അച്ഛനും അമ്മയും ഒക്കെ അവൻ്റെ അടുത്ത് വന്ന് നിന്നു നോക്കി, എന്താണെന്ന് അറിയുവാനുള്ള ആഗ്രഹത്തോടെ. ഓ മൈ ഗോഡ്, വാട്ട് എ സർപ്രൈസ്! മഹി ഉറക്കെ പറഞ്ഞുകൊണ്ട്
രുദ്രനെയും വൈദേഹിയും ചേർത്ത് പിടിച്ചു. ഗൗരിയപ്പോൾ ഒഴുകി വന്ന മിഴിനീർ മെല്ലെ തുടയ്ക്കുകയായിരുന്നു. അമ്മേ, എന്തെങ്കിലും ഒന്ന് പറ, എന്താ അവിടെ സംഭവിച്ചത്? ശിവ ഫോണിലൂടെ മുറവിളി കൂട്ടി. പെട്ടെന്ന് തന്നെ വൈദേഹി ചിരിച്ചുകൊണ്ട് രുദ്രൻ്റെ കയ്യിലിരുന്ന പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ സ്ട്രിപ്പ് ഉയർത്തി കാണിച്ചു. അച്ചോടാ, എനിക്ക് വയ്യ, ഇത്രയും വലിയ സർപ്രൈസ് ആയിരുന്നു ഇതിൽ. ശിവ ഉറക്കെ പറഞ്ഞുകൊണ്ട് മാധവനോട് ചേർന്ന് നിന്നു. അങ്ങനെ വീണ്ടും ഒരു വസന്തം കൂടി വരുന്നെത്തി. അത് രുദ്രനും വൈദേഹിക്കും വേണ്ടി മാത്രമുള്ളതായിരുന്നു. സഹിച്ച സങ്കടങ്ങൾ, അനുഭവിച്ച വേദനകൾ ഒക്കെ പാടെ മറക്കുവാൻ വേണ്ടി ആ വസന്തത്തിലെ ഓരോ പുലരിയെയും അവർ കാത്തിരുന്നു. അവസാനിച്ചു. ശരിക്കും ഈ കഥയെന്ന് പറയുന്നത് ഞാൻ പ്രാണൻ്റെ ബാധി തുടങ്ങി അതിൻ്റെ സെക്കൻഡ് സീസണായിട്ട് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകളെടുത്തു ഈ കഥ തീർക്കാനേ. ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഇടും. പക്ഷേ ഞാൻ പ്രതിലിപിയിൽ ഈ സ്റ്റോറി എഴുതിയപ്പോൾ നമുക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടൊന്നും എഴുതാൻ പറ്റത്തില്ല കേട്ടോ. ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വരും. ഒരു 4-5 മാസം മേളിലെടുത്തു കേട്ടോ ഈ കഥ ഞാൻ കംപ്ലീറ്റ് ആക്കുവാൻ. ഇത് 2 സീസണായിട്ടാണ് എഴുതിയത്. അപ്പോൾ കുറേ പേരൊക്കെ അന്നേരം സീസൺ 2 തുടങ്ങിയപ്പം ഇഷ്ടപ്പെടാതെ നെഗറ്റീവ് കമൻസൊക്കെ എനിക്ക് വേണ്ടി, അതായത് എൻ്റെ ചാനലിലല്ല എൻ്റെ ലിപിയിൽ കുറേ പേരിങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞു കേട്ടോ. വലിച്ചു നീട്ടി ബോറടിപ്പിക്കുക, ഇത് കുറേ ആയില്ലേ തുടങ്ങിയിട്ട് അവസാനിപ്പിച്ചൂടെ എന്നൊക്കെ. അന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നേ. ഞാനിത് 2 വർഷം മുന്നേ എഴുതിയ കഥയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് അവസാനിപ്പിക്കുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെയൊക്കെ എഴുതണമെന്നുണ്ടായിരുന്നു. പിന്നെന്തോ ഇതിങ്ങനെ അങ്ങ് തീർത്തു കേട്ടോ. നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുവാണേ. സ്നേഹത്തോടെ സ്വന്തം മിത്രവിന്ദ.